DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡും ആധാർ കാർഡുമൊക്കെ ഉള്ളവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക. റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകളിലൂടെ ഓരോ മാസവും അരിയും ഗോതമ്പും എല്ലാം ലഭിക്കുന്നതാണ് നിലവിലുള്ള രീതി. എന്നാൽ ഇങ്ങനെ അരിയും ഗോതമ്പും എല്ലാ മാസം തോറും നൽകുന്നത് നിർത്തി അതിന് പകരം അതിൻ്റെ വില എല്ലാ മാസവും റേഷൻ കാർഡ് ഉടമയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന രീതി രാജ്യത്തിൻ്റെ പല ഭാഗത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്തെ റേഷൻ കടകളും റേഷൻ വിതരണവും ഇല്ലാതായി പോകുമെന്ന ആശങ്ക സംസ്ഥാനം കേന്ദ്രത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ പുതുവർഷത്തിൻ്റെ ആദ്യ മാസമായ ജനുവരിയിൽ തന്നെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിഹിതങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ ജനുവരി ആദ്യം മുതൽ സമരത്തിലായിരുന്നു. ഒടുവിൽ ജനുവരി 25-നാണ് അവർ സമരം പിൻവലിച്ചത്. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ കുടിശ്ശികയുള്ള തുക ഭാഗികമായി കൊടുത്തു തീർക്കാമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം ഒത്തുതീർന്നത്. ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരത്തെ തുടർന്ന് പല റേഷൻ കടകളിലും ജനുവരി റേഷൻ വിഹിതങ്ങൾ സ്റ്റോക്ക് വരാത്തതിനാൽ ഈ മാസത്തെ വിതരണം താളം തെറ്റിയിരിക്കുകയായിരുന്നു. എന്നാൽ ട്രാൻസ്പോർട്ടിംഗ് വിതരണക്കാരുടെ സമരം തീർന്നാലും റേഷൻ പ്രതിസന്ധി തീരില്ല. കാരണം ജനുവരി 27 തിങ്കളാഴ്ച മുതൽ റേഷൻ കടക്കാരുടെ അനിശ്ചിതകാല റേഷൻ കടയടപ്പ് സമരം തുടങ്ങുകയാണ്. റേഷൻ കടകൾ അടച്ചിടുന്നതിനാൽ പുതിയ സ്റ്റോക്ക് എത്തിക്കുവാനും സാധിക്കാതെ വരും. റേഷൻ കടക്കാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നും റേഷൻ അരിക്ക് പകരം അക്കൗണ്ടിൽ പണം നൽകുന്ന DBT സംവിധാനം നടപ്പിൽ വരുത്തരുതെന്നും പോലുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടകൾ അടച്ച് തിങ്കളാഴ്ച മുതൽ സമരം തുടങ്ങുന്നത്. ഭക്ഷ്യമന്ത്രി GR അനിൽ ധനമന്ത്രിയോടൊപ്പം റേഷൻ കട വ്യാപാരികളുടെ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ റേഷൻ കടക്കാരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുവാൻ കഴിയില്ലെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം തുടങ്ങുവാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. വലിയൊരു വിഭാഗം പേർക്ക് ജനുവരി റേഷൻ കിട്ടാത്തതിനാൽ വിതരണം ഫെബ്രുവരി മാസത്തേക്ക് കൂടി നീട്ടുവാനും സാധ്യതയുണ്ട്. അതിനിടെ റേഷൻ കടകൾ വഴി ഭക്ഷ്യധാന്യം നൽകുന്നതിന് പകരം ഗുണഭോക്താക്കളുടെ ബാങ്കുകളിലേക്ക് പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷിയെ നേരിൽ കണ്ട് മന്ത്രി GR അനിൽ എതിർപ്പറിയിച്ചു. DBT നടപ്പിലാക്കിയാൽ റേഷൻ വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, റേഷൻ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഭാഗങ്ങൾ എന്നിവർക്ക് ദോഷകരമാകുമെന്ന് കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. അതുപോലെ മുൻഗണനാ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് ഇപ്പോൾ 91% പേർ പൂർത്തീകരിച്ചു. നിലവിൽ പ്രഖ്യാപിച്ച അന്തിമ തീയതി മാർച്ച് 31 മസ്റ്ററിംഗ് തീയതി മെയ് 31 വരെ നീട്ടണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത അറിയിപ്പ് ആധാർ കാർഡിലൂടെ ഈടില്ലാതെ 50,000 രൂപ വരെ വായ്പ നൽകുന്ന കേന്ദ്ര പദ്ധതിയെ കുറിച്ചാണ്. ആധാർ കാർഡ് വഴി ഈടില്ലാതെ ആദ്യം 10,000 രൂപയാണ് വായ്പ ലഭിക്കുക. ഇത് കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് 20,000 രൂപ വായ്പ കിട്ടും. 20,000 രൂപ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് 50,000 രൂപ വായ്പ ലഭിക്കും. പ്രധാനമന്ത്രി സ്വനിധി യോജന വഴിയാണ് ഈ വായ്പ ലഭിക്കുന്നത്. ചെറുകിട വ്യാപാരികൾക്കും വഴിയോര കച്ചവടക്കാർക്കുമെല്ലാം ബാങ്കുകളിൽ നിന്ന് ഈ പദ്ധതിയിലൂടെ വായ്പ ലഭിക്കും. പ്രധാനമന്ത്രി സ്വനിധി യോജന വഴി യാതൊരു ജാമ്യവും ആവശ്യപ്പെടാതെ ആളുകൾക്ക് വായ്പ ഉറപ്പാക്കുന്നു എന്നതിനൊപ്പം ഈ പദ്ധതിയിലൂടെ ഒന്നിലധികം തവണ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വായ്പ എടുത്താൽ അത് 12 മാസത്തിനുള്ളിൽ തിരിച്ചടക്കണം. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് വീണ്ടും വായ്പ ലഭിക്കും. പ്രതിവർഷം 7% പലിശ സബ്സിഡി വഴിയുള്ള തിരിച്ചടവാണ് ഇവിടെ ഉറപ്പാക്കുന്നത്. കൂടാതെ 1,200 രൂപ വരെ വാർഷിക ക്യാഷ് ബാക്ക് ലോൺ എടുത്തവർക്ക് ലഭിക്കുന്നത് പോലെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് റിവാർഡ് നൽകുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.